സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്താണ് ഈ മണിക്കൂറിലെ പുതിയ അപ്ഡേറ്റ്? ദർശനത്തിനായി ഭക്തർ കാത്തുന്നത് 12 മണിക്കൂറിലധികമാണ് എന്താണ് നിരവധി ഭക്തരുമായി ഞങ്ങളുടെ വാർത്താ സംഘം സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഭക്തരെ ഫ്ലൈ ഓവറിലേക്കും മാളികപ്പുറത്തേക്കും മാറ്റിയും നിലയ്ക്കൽ വാഹനങ്ങൾ നിയന്ത്രിച്ചുമാണ് ഈ മണിക്കൂറിൽ തിരക്ക് നിയന്ത്രിക്കുന്നത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് 20,000 ഒരു ദിവസത്തെ കുറച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ബുക്കിംഗ് ലഭിച്ചവരും ഇന്ന് വന്നതാണ് തിരക്ക് കൂടാൻ കാരണമെന്താണ് ജില്ലാ കളക്ടറുടെ പ്രതികരണം. ഒരു 70,000 സ്പോട്ട് ബുക്കിങ്ങും വിർച്വൽ ക്യൂ ബുക്കിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് 20,000 പേരും പിന്നെ 30,000 പേരോളം ഈ ഒരു നമ്മളുടെ ബാക്കി ക്രൗഡും കൂടെ കയറി വന്നത് ഫ്യൂച്ചർ ഡേറ്റുകൾ വന്നുകൊണ്ടാണ് ഇത്രയും ഒരു തിരക്ക് ബാധിക്കാൻ ഇങ്ങനെ ഒരു തിരക്കിലേക്ക് എത്തിയത്. പക്ഷേ അതിപ്പോൾ പോലീസ് ഇപ്പോൾ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ആളുകൾ നിലയ്ക്കൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്രൗഡ് കൂടുമ്പോൾ നിലയ്ക്കൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടത്താവളങ്ങളെല്ലാം ഓൾറെഡി സജ്ജമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇടത്താവളങ്ങൾ മേജർ ഇടത്താവളങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ പോലീസും അതുപോലെ റവന്യൂ സ്റ്റാഫും പോയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്ന് ഈ മണിക്കൂറിലെ വിവരങ്ങളുമായി കണ്ണൻ നായരും എരുമേലിയിൽ നിന്ന് ഷിനോ ജസ്റ്റിയും ഒപ്പം നിലയ്ക്കൽ നിന്ന് CK അഭിലാലും ചേരുന്നുണ്ട്. ആദ്യം കണ്ണനിലേക്കാണ്. കണ്ണൻ, സന്നിധാനത്ത് ഇപ്പോൾ തിരക്ക് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് എന്താണല്ലോ നേരത്തെ കഴിഞ്ഞ മണിക്കൂറിലും കണ്ണൻ നൽകിയ വിവരം. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഈ മരക്കൂട്ടം മുതൽ സന്നിധാനത്തേക്ക് എത്തുന്ന പാതയിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഇപ്പോഴുമുണ്ടോ? ആ ഒരു സ്ഥിതി ഇപ്പോഴുമുണ്ട് രതീഷ്. കാര്യം സന്നിധാനത്തെ തിരക്ക് മാത്രമാണ്, താഴെ തിരുമുറ്റത്തെയും മേലെ തിരുമുറ്റത്തെയും ഫ്ലൈ ഓവറിലെയും തിരക്ക് മാത്രമാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലെ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഭക്തന്മാരെ കൃത്യമായി നിയന്ത്രിച്ചിട്ട് അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ഒരു കാരണവശാലും തിക്കും തിരക്കും ഉണ്ടാക്കരുത്, എല്ലാവർക്കും പരമാവധി ദർശനം സാധ്യമാക്കാം എന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. ഒപ്പം തന്നെ പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ തടയുന്നുണ്ട്. പമ്പയിൽ അയ്യപ്പന്മാരെ തടഞ്ഞ് പരമാവധി ഭക്തന്മാർ, ഇവിടെയുള്ള ഭക്തന്മാർക്ക് ദർശനം പൂർത്തിയാക്കിയ ശേഷം, മലകയറിയ ഭക്തന്മാർക്ക് ദർശനം പൂർത്തിയാക്കിയ ശേഷം ബാക്കിയുള്ള ആൾക്കാരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. വളരെ തുച്ഛമായ ആൾക്കാരെ മാത്രമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ഇവിടുത്തെ തിരക്ക് കുറയുന്നതനുസരിച്ച്, അതായത് ഇവിടെ ആരെങ്കിലും തമ്പടിക്കുകയാണെങ്കിൽ ചില ആൾക്കാർ 2, 3, 4 തവണ വന്ന് ദർശനം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഏത് വിധേനയും തിരിച്ച് പമ്പയിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് കാര്യം. ഇന്നലെ മാത്രം 1,07,000-ൽ പരം ഭക്തന്മാർ സന്നിധാനത്തേക്ക് എത്തി. അതിന് മുമ്പത്തെ ദിവസം 55,000-ൽ പരം ഭക്തന്മാരെത്തി. ഇന്നും 1,00,000-ൽ പരം ഭക്തന്മാരെത്തും എന്നുള്ളത് തന്നെയാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശബരിമല പോലെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഇത്രത്തോളം ഭക്തന്മാരെ ഉൾക്കൊള്ളാനുള്ള ഒരു വ്യാപ്തിയില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ഭക്തന്മാർ ദർശനം പൂർത്തിയാക്കി പരമാവധി മടങ്ങണം. ഇന്നത്തെ ഉച്ചക്കലത്തെ സ്ഥിതി അതീവ ദയനീയമായിരുന്നു, ഭയാനകമായിരുന്നു. ഒരു ദുരന്ത സമാനമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. 12 മണിയോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. നേരത്തെ തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ അയ്യപ്പന്മാർ ശരംകുത്തിയിൽ നിന്ന് ക്യൂ തെറ്റിച്ച് നേരെ സന്നിധാനത്തേക്ക് കടക്കുന്ന ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് സമാനമായ രീതിയിൽ ഇന്നും കൂടുതൽ ഭക്തന്മാർ കാട്ടിലൂടെ ഇറങ്ങി ചന്ദ്രാനന്ദൻ റോഡിലേക്ക് എത്തുകയും അവർ ജീപ്പ് റോഡ് വഴി നേരെ വലിയ നടപ്പന്തലിലൂടെ നേരെ വന്ന് സ്റ്റേജിന്റെ സമീപത്തുകൂടി വാവരുനിറയുടെ സമീപത്തേക്ക് എത്തുകയും ആ താഴെ തിരുമുറ്റത്ത്, അതായത് NDRF-ഉം അതുപോലെ തന്നെ RAF-ഉം ക്യാമ്പ് ചെയ്യുന്ന അതിന് തൊട്ട് സമീപത്തെ ക്യൂ, തൊട്ട് അഴിയോട് ചേർന്നുള്ള ക്യൂ, ആ സ്ഥലങ്ങളിലെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. പോലീസ് വലിയ രീതിയിൽ അങ്കലാപ്പിലായി. അവസാനം കുറേയേറെ ഭക്തന്മാരെ നിയന്ത്രിച്ചത് 3 മണിക്കൂറോളം നീണ്ട ശ്രമഫലമായിട്ടാണ് താഴെ തിരുമുറ്റം ഒഴിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ താഴെ തിരുമുറ്റം വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. നിലവിൽ മുകളിൽ, അതായത് സന്നിധാനത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമാണ്, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഒരു ക്യൂ മാത്രമാണ്, ഫ്ലൈ ഓവറിലെ പ്രധാനപ്പെട്ട ഒരു ക്യൂ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ബാക്കിയുള്ള 2, 3, 4 ആ ക്യൂകളൊന്നും തന്നെ, 3 ക്യൂകൾ വലിയ തിരക്കില്ലാതെ തന്നെ നിൽക്കുകയാണ്. അതായത് വരുന്ന അയ്യപ്പന്മാർക്കൊക്കെ തന്നെ സുഖദർശനം ഉറപ്പാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ താഴത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പാച്ചിപ്പേട്ടിലും നീലിമലയിലും അവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു ആൾക്കാരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരുവശങ്ങളിലും കൊക്കയാണ്. ആ കൊക്കയിലേക്കൊക്കെ തന്നെ അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പാച്ചിമേട്ടിലും അതുപോലെ തന്നെ നീലിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ക്യൂ ഉണ്ടാവരുത്. അവിടെ വരുന്ന ഭക്തന്മാരെ നേരെ മരക്കൂട്ടത്തേക്ക് സുഖകരമായി നടത്തി കയറ്റിവിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് സ്പോട്ട് ബുക്കിംഗ് ആണ്. സ്പോട്ട് ബുക്കിംഗ് പരമാവധി 20,000 പേരിലേക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 37,863 പേർ സന്നിധാനത്തേക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തിയിരുന്നു. സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂവും വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സന്നിധാനത്തേക്ക് ഉൾക്കൊള്ളാവുന്ന പരമാവധി ആൾക്കാരെ മാത്രം കയറ്റിവിടാൻ വേണ്ടിയാണ്. പക്ഷേ കൂടുതൽ ഭക്തന്മാർ എത്തിക്കഴിഞ്ഞാൽ അവരെ കയറ്റിവിടാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അവർ പരമാവധി അവരുടെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയാക്കുക. അല്ലാത്ത പക്ഷം സ്പോട്ട് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറുക എന്നുള്ള
ഒരു നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായി 2-3 വർഷങ്ങളായി പമ്പയായിരുന്നു ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാരുടെ പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷേ ഇന്ന് മുതൽ അത് മാറിയിരിക്കുന്നു. നേരത്തെ പ്രളയത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന നിലയ്ക്കലിന് സമാനമായ രീതിയിൽ അവിടെ ആണ് ഇനി പ്രധാനപ്പെട്ട പോയിന്റ് വരിക. അവിടെ 7 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാകും. ആ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി പ്രവർത്തനം ആരംഭിക്കും. 3 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ പമ്പയിലുണ്ട്. അത് പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കും. പക്ഷേ സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കൽ വഴി വരുന്നവർക്ക് ഉണ്ടാവില്ല പമ്പയിൽ. പകരം കാനനപാത വഴി, അതായത് എരുമേലി അഴുത വഴി കടന്നു വന്ന് വലിയാനോട്ടവും ചെറിയാനോട്ടവും കടന്നു വരുന്ന ഭക്തന്മാർക്കായിരിക്കും പമ്പയിൽ, നടന്നു വരുന്ന ഭക്തന്മാർക്കായിരിക്കും പമ്പയിൽ ഒരു സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുക. അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഇപ്പോഴും 18ാം പടി ചവിട്ടി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണം വളരെ കുറവാണ്. നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകളിൽ നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് ഇവിടുത്തെ എണ്ണം പരിശോധിച്ചതാണ്. 1 മിനിറ്റിൽ 57 പേരാണ്. 57 മുതൽ 65 വരെ, പരമാവധി 65 വരെയാണ്. ശരാശരി 62 പേരാണ് ഓരോ മിനിറ്റിലും സന്നിധാനത്തേക്ക് 18ാം പടി ചവിട്ടി കയറുന്നത്. പക്ഷേ അത്രയും പോരാ. 80 അല്ലെങ്കിൽ 85, 90, പരമാവധി ശരാശരി 85 പേരെങ്കിലും 1 മിനിറ്റിൽ സന്നിധാനത്തേക്ക് കയറിയെങ്കിൽ മാത്രമേ ഈ തിരക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. താഴെ വലിയ തിരക്ക്, പക്ഷേ ഫ്ലൈ ഓവറിൽ തിരക്ക് കുറവാകാൻ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ 18ാം പടിയിലേക്ക് അയ്യപ്പന്മാരെ കയറ്റിവിടുന്നതിലുള്ള കുറവ് തന്നെയാണ്. നിലവിൽ സന്നിധാനത്ത് 18ാം പടിക്ക് മുകളിലും അതുപോലെ തന്നെ താഴെ തിരുമുറ്റത്തും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പക്ഷേ വലിയ നടപ്പന്തൽ മുതൽ ശരംകുത്തി, മരക്കൂട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്തെ സാഹചര്യമാണ്. അവിടെ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 18ാം പടി ചവിട്ടിയെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അല്പം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പരസ്യമായി പറയുന്നുണ്ടായിരുന്നു തിരക്ക് നിയന്ത്രണാതീതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ്. അതെങ്ങനെയാണ് എരുമേലിയിലും പമ്പയിലുമൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. കാരണം ഇപ്പോൾ സന്ധ്യാസമയത്തിലേക്ക് എത്തുകയാണ്. നിരവധി പേർ മല കയറാനായി ഇരുമുടി കെട്ടുകെട്ടി പോകുന്നൊരു സമയമാണ്. വൈകിട്ടോടുകൂടി കൂടുതൽ പേർ വിവിധയിടങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തും. പുലർച്ചയിൽ വീണ്ടും വലിയ തിരക്കിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിയന്ത്രണം എങ്ങനെ എന്നത് വളരെ പ്രധാനമായി മാറുകയാണ്. എരുമേലിയിൽ നിന്ന് ഷിനോജും നിലയ്ക്കലിൽ നിന്ന് CK അഭിരാമുണ്ട്. നിലയ്ക്കലേക്ക്